സ്പോർട്സ് മേഖലയിൽ കരിയർ ആഗ്രഹിക്കുന്ന പല കൂട്ടുകാരുമുണ്ട്. സോ അവർക്ക് ഒബ്വിയസ്ലി ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ട് ത്രൂ പ്രാക്ടീസ് ആസ് വെൽ ആസ് അക്കാഡമിക്. സോ അക്കാഡമിക് തലത്തിൽ ഇങ്ങനെ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല കോഴ്സ് ഏതാണ്, ഏതൊക്കെ രീതിയിലുള്ള കോഴ്സാണുള്ളത്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോഴ്സ് നൽകുന്നത്, അതിൻ്റെ സ്കോപ്പ് എങ്ങനെയാണ്, അതോടൊപ്പം ഏത് രീതിയിലുള്ള കോഴ്സാണെന്ന് മനസ്സിലാക്കാനുള്ള താല്പര്യവും ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെ വന്നൊരു ചോദ്യത്തിൽ ബേസായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. ചില കോഴ്സുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാറുണ്ട്. മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ബാച്ചിലേഴ്സ് കഴിഞ്ഞ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. സോ ഒബ്വിയസ്ലി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് കോഴ്സ് എന്നുള്ളത് MA ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന കോഴ്സാണ്. ഇത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ഡിസ്റ്റൻസ് ഡിഗ്രി കോഴ്സാണ്. ന്യൂഡൽഹിയിലാണ് ഇഗ്നോ സ്ഥിതി ചെയ്യുന്നത്. എലിജിബിലിറ്റി ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റിലേറ്റഡ് ഫീൽഡിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം, 50% മാർക്കും വേണം എന്ന കാര്യമാണ്. സോ കരിയർ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, സ്പോർട്സ് കോച്ച്, ഫിറ്റ്നസ് ട്രെയിനർ, സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ, ഹെൽത്ത് എഡ്യൂക്കേറ്റർ പോലുള്ള മേഖലകളിൽ നിങ്ങൾക്ക് കരിയർ സ്കോപ്പ് കണ്ടെത്താൻ പറ്റുന്നു. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മാസ്റ്റർ ഓഫ് സ്പോർട്സ് മാനേജ്മെൻറ്റ് MSM എന്ന കോഴ്സാണ്. ഈ കോഴ്സ് നൽകുന്നത് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മാനേജ്മെൻറ്റ് IISM ആണ്. മുംബൈ മഹാരാഷ്ട്രയിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സോ ഈ MSM എന്ന കോഴ്സ് റെഗുലർ കോഴ്സാണ്. ഏത് സ്ട്രീമിലും നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് 50%, 50% മാർക്ക് വേണം എന്നുള്ളതാണ്. സോ സ്പോർട്സ് മാർക്കറ്റിംഗ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഫെസിലിറ്റി മാനേജ്മെൻറ്റ്, സ്പോർട്സ് കോർഡിനേഷൻ, അതോടൊപ്പം അഡ്മിനിസ്ട്രേഷൻ പോലുള്ള മേഖലകളിലേക്ക് നിങ്ങൾ കരിയർ കണ്ടെത്താൻ പറ്റും ഇഫ് യു ആർ ഡൂയിങ് ദിസ് കോഴ്സ്. മൂന്നാമത്തെ കോഴ്സ് എന്നുള്ളത് MBA ഇൻ സ്പോർട്സ് മാനേജ്മെൻ്റ് ആണ്. ഇതും ഒരു റെഗുലർ കോഴ്സാണ്. ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സിംബയോസിസ് സ്കൂൾ ഓഫ് സ്പോർട്സ് സയൻസസ് SSSS, അതായത് 4S വേണം, പൂനെ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ്. ഇതൊരു റെഗുലർ കോഴ്സാണ്. അതോടൊപ്പം സ്പോർട്സ് മാനേജർ, ഇവൻറ്റ് കോർഡിനേറ്റർ, സ്പോർട്സ് മാർക്കറ്റിംഗ് മാനേജർ, അത്ലറ്റിക് ഡയറക്ടർ, സ്പോർട്സ് ഏജൻറ്റ് പോലുള്ള കരിയറുകളിലേക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഈ കോഴ്സ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ആയിട്ടുള്ളത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, 50% മാർക്കും വേണം എന്ന കാര്യം ശ്രദ്ധിക്കുക. പിന്നീടുള്ളൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ സ്പോർട്സ് കോച്ചിങ് എന്നുള്ളത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് പഞ്ചാബിലെ പട്യാലയിൽ സ്ഥിതി ചെയ്യുന്ന നേതാജി സുഭാഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് NIS എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇതൊരു റെഗുലർ കോഴ്സാണ്. അതോടൊപ്പം ഈ കോഴ്സിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. അത് വേരി ചെയ്യുന്നു ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻസ്. സോ ഓവറോൾ നിങ്ങൾക്ക് സ്പോർട്സ് മേഖലയിൽ ബാക്ക്ഗ്രൗണ്ട് വേണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ പ്രൊഫഷണൽ സ്പോർട്സ് കോച്ചായിട്ട് ഇൻ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് ക്വാളിഫൈ ചെയ്യാൻ താല്പര്യമുണ്ട്, കരിയർ ആഗ്രഹിക്കുന്നെങ്കിൽ ഒബ്വിയസ്ലി ദിസ് കോഴ്സ് വിൽ ഹെൽപ്പ് യു. പിന്നീടുള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ലക്ഷ്മി ബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ LNCPE എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ MPE ആണ്. ഈ ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമായിട്ടുണ്ട്, അതും ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റിലേറ്റഡ് ഫീൽഡിൽ. ഇതൊരു റെഗുലർ കോഴ്സാണ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ, സ്പോർട്സ് ട്രെയിനേഴ്സ്, അതോടൊപ്പം ഫിറ്റ്നസ് കൺസൾട്ടൻറ്റ് പോലുള്ള മേഖലകളിലാണ്. പിന്നീടുള്ളത് ഗ്വാളിയർ മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മിബായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ LNIPE എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ MPE ആണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റിലേറ്റഡ് ഫീൽഡ് വേണം എന്നുള്ളതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇതൊരു റെഗുലർ കോഴ്സാണ്. അതോടൊപ്പം ടീച്ചിങ്, റിസർച്ച്, സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ, ഫിറ്റ്നസ് കൺസൾട്ടൻസി പോലുള്ള മേഖലകളിലേക്ക് കരിയർ ആഗ്രഹിക്കുന്നെങ്കിൽ ദിസ് കോഴ്സ് വിൽ ഹെൽപ്പ് യു. പിന്നീടുള്ളത് ഇംഫാൽ മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി NSU പ്രൊവൈഡ് ചെയ്യുന്ന മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ സ്പോർട്സ് കോച്ചിങ് ആണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റിലേറ്റഡ് ഫീൽഡിൽ നിങ്ങൾക്ക് ഡിഗ്രി വേണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്പോർട്സ് കോച്ചിങ്, സ്പോർട്സ് സയൻസ് സപ്പോർട്ട്, അതോടൊപ്പം പെർഫോമൻസ് അനാലിസിസ് പോലുള്ള മേഖലകളിലാണ് കരിയർ താല്പര്യമെങ്കിൽ ഈ കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതൊരു റെഗുലർ കോഴ്സ് കൂടിയാണ്. പിന്നീടുള്ളത് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സ്പോർട്സ് മാനേജ്മെൻറ്റ് എന്നുള്ള റെഗുലർ കോഴ്സാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഹരിയാനയിലെ റോത്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
മാനേജ്മെൻറ്റ് റോത്തക്, IIM റോത്തക്കാണ്. സോ ഈ ഒരു കോഴ്സിനുള്ള എലിജിബിലിറ്റി ആയിട്ടുള്ളത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. 50% മാർക്ക് വേണം. അതോടൊപ്പം മിനിമം 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും, അതായത് സ്പോർട്സ് മേഖലയിൽ വർക്ക് എക്സ്പീരിയൻസും വേണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലീഡർഷിപ്പ് റോൾസ് ഇൻ സ്പോർട്സ് ഓർഗനൈസേഷൻ, സ്പോർട്സ് മാർക്കറ്റിംഗ്, അതോടൊപ്പം ഇവൻറ്റ് മാനേജ്മെൻറ്റ് പോലുള്ള കരിയർ ആഗ്രഹിക്കുന്നെങ്കിൽ ഒബ്വിയസ്ലി ദിസ് കോഴ്സ് വിൽ ഹെൽപ്പ് യു. പിന്നീടുള്ളത് അവസാനത്തെ കോഴ്സാണ് ഇന്നത്തെ ഡിസ്കഷനിൽ, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ സ്പോർട്സ് മാനേജ്മെൻറ്റ് എന്ന കോഴ്സാണ്. മുംബൈ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ബിസിനസ് GISB എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു റെഗുലർ കോഴ്സാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് എലിജിബിലിറ്റി. സോ ഇതൊരു കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ് നിങ്ങൾക്ക് നൽകുന്നത്. സോ സ്പോർട്സ് മാർക്കറ്റിംഗ്, സ്പോൺസർഷിപ്പ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അത്ലറ്റ് മാനേജ്മെൻറ്റ് പോലുള്ള കരിയറുകളിലേക്ക് പ്ലാനിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദിസ് കോഴ്സ് വിൽ ഹെൽപ്പ് യു. സോ ഫ്രണ്ട്സ്, ഇതാണ് ചില സ്പോർട്സ് റിലേറ്റഡ് കോഴ്സുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേരുകൾ, അതോടൊപ്പം ടൈപ്പ് ഓഫ് കോഴ്സ്, പിന്നെ അതിൻ്റെ സ്കോപ്പ്, കരിയർ സാധ്യതകൾ എന്നൊക്കെയുള്ള കാര്യം വളരെ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒബ്വിയസ്ലി കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എപ്പിസോഡിൻ്റെ താഴെ ചോദിക്കുക. നമുക്ക് ഇൻഡിവിജ്വൽ എപ്പിസോഡ്സ് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.